ഹലോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാർക്കറ്റിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്ന ആ ടൈം വളരെ ചെറുതാണ്. പെട്ടെന്ന് ഇസ് എ ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ഇസ് എ വെരി സ്മാൾ. അതുകൊണ്ട് തന്നെ അതിന്റെ ട്രെൻഡും പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നുള്ള ട്രെൻഡ് ആവില്ല നാളെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ എന്ത് പഠനം നടത്തുമ്പോഴും ഒക്കെ ഇന്നത്തെ പുതിയത് നാളത്തെ നാളെ എന്ത് നോക്കിയാൽ നമുക്ക് പഴയതായി തോന്നാം. എങ്കിലും ചില ആസ്പെക്റ്റുകൾ നമുക്കിവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. എന്താണ് കുറച്ച് പുതിയ ട്രെൻഡുകൾ? Digital marketing is a landscape constantly evolving and a new trend may be emerged since then. സംഭവം തുടങ്ങി അന്ന് മുതൽ തന്നെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഒരു ഫീൽഡാണ്. Some significant global trend digital marketing up to that point. Artificial intelligence. ഇതിപ്പോ നമ്മള് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് മാത്രമല്ല, എല്ലാ കാര്യത്തിനും നമ്മൾ AI ടൂൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം artificial intelligence and machine learning technologies have been increasingly integrated into various aspects of digital marketing. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടാണെങ്കിലും കണ്ടന്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണെങ്കിലും എന്തിനും എല്ലാ ഫീൽഡിലും AI ഒരു ഇഫക്റ്റീവ് ടൂളായി മാറിയത് കൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലും വളരെ ഇന്നവിറ്റബിൾ, ഒഴിവാക്കാൻ കൂടാത്തൊരു ടൂളായിട്ട് AI മാറിയിരിക്കാം. AI powered tools are used to personalized content recommendations, chatbots for customer service, predictive analytics for behavior targeting and optimizing ad campaigns. ഈ പേഴ്സണലൈസ്ഡ് സർവീസ് ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോ പേഴ്സണലൈസ്ഡ് സർവീസ് അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് സർവീസ് എന്നൊക്കെ പറയുമ്പോൾ ഇൻഡിവിജ്വലിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് നോക്കിയിട്ട് അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊരു കാർ ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് കൊടുത്ത് അതിനനുസരിച്ച് ഉണ്ടാക്കി തരും. നമ്മൾ കേക്കൊക്കെ ഓർഡർ ചെയ്യണ പോലെ. അതുപോലെ തന്നെ സപ്പോസ് നമ്മളൊരു സ്ഥിരമായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഷോപ്പിംഗ് നടത്തുകയാണ്, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഡാറ്റ അവരുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അവരുടെ ഒരു കാർഡൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ, നമ്മുടെ ഷുഗർ, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഇതൊക്കെ അവർക്ക് അറിയണമെങ്കിൽ ഷുഗർ പേഷ്യന്റ് ചെന്നിട്ട് ഹോട്ടലിൽ പോയി ചായ ഓർഡർ ചെയ്താൽ അയാൾക്ക് ഷുഗർ ഇല്ലാത്ത ടീ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഷുഗർ വേണമെന്ന് പറഞ്ഞാൽ സോറി സാർ, ഇവരെ ഷുഗർ പേഷ്യന്റ് എന്ന് അവരിങ്ങോട്ട് പറയും നമ്മൾ. അങ്ങനെ ഇതൊക്കെ പോസിബിൾ ആവുന്നത് AI ടൂൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ അവർ കാർഡൊക്കെ തരുമല്ലോ. ഈ കാർഡിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇപ്പൊ കുറച്ചേ കൊടുക്കണുള്ളൂ. ഇത് ഏത് നിമിഷവും നമുക്കത് മുഴുവൻ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നീഡ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. വീഡിയോ സെർച്ച് ഓപ്റ്റിമൈസേഷൻ. With the rising popularity of voice-activated device and virtual assistants, optimizing content for voice search become crucial. Marketers have adapted their SEO strategies to focus on long-tail keywords and controversial language. ഇപ്പോൾ വോയിസ് സെർച്ച് ആണ്, ഇനി എഴുതേണ്ട പണിയും കൂടിയില്ല, നമ്മൾ പറഞ്ഞാൽ മതി. വിർച്വൽ അസിസ്റ്റൻസ്, ഓപ്റ്റിമൈസിങ് കണ്ടന്റ് ഫോർ വോയിസ് സെർച്ച് ബിക്കം ക്രൂഷ്യൽ. വോയിസ് സെർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ മൊബൈലിലൊക്കെ നമ്മളിപ്പോ എഴുതുന്നത് കുറെ വോയിസ് അല്ലേ കൊടുത്തിട്ടല്ലേ നമ്മൾ സെർച്ച് ചെയ്യണതൊക്കെ. അപ്പൊ അതുപോലെ തന്നെ ഇന്നിപ്പോ ഒരുപാട്
കഥ എഴുതുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് അവര് മൊബൈലിൽ ജസ്റ്റ് വോയിസ് റെക്കോർഡിംഗ് ആണ് പലപ്പോഴും. അവരിങ്ങനെ കഥ പറയും, അതെങ്ങനെ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഒരു 5-6 കഥകളാവുമ്പോൾ അത് പബ്ലിഷ് ചെയ്യും. അങ്ങനെ വരുന്നതാണ്. അപ്പൊ ഈ വോയിസ് സെർച്ച് ഓപ്റ്റിമൈസേഷനും ഒക്കെ അത് റെക്കഗ്നൈസ് ചെയ്യാൻ അവിടെ വലിയ റോൾ ഉണ്ട്. റെക്കഗ്നൈസ് ചെയ്യാന്നുള്ളത് നമ്മുടെ വോയിസ് ഈ ഡിവൈസ് റെക്കഗ്നൈസ് ചെയ്യണ്ടേ. Marketers have adapted their SEO strategies to focus long-term key videos and controversial languages. അതുപോലെ വീഡിയോ മാർക്കറ്റിംഗ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ കണ്ടന്റ് കണ്ടിന്യൂ ടു ഡൊമിനേറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. Brand leveraged platform like YouTube, Instagram, Reels, TikTok, and other engage with the audience through short form and long form videos content. യൂട്യൂബ് ഒക്കെ വളരെ നന്നായിട്ട് മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. ലോക്കലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബർമാര് ഇഷ്ടം പോലെ യൂട്യൂബർമാരല്ല, അപ്പൊ അവരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ ഒരു വീഡിയോ യൂട്യൂബിൽ എന്നിട്ട് അത് യൂട്യൂബിൽ ഇടുന്നു. അപ്പൊ കിട്ടുന്ന ഒരു വൈബ് അല്ലെങ്കിൽ പബ്ലിസിറ്റി വളരെ വളരെ കൂടുതലാണ്. ഇപ്പോ നമ്മളൊരു ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ഒരു ആഡ് കൊടുത്തതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. പ്രത്യേകിച്ച് യൂട്യൂബർമാർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക, നമുക്ക് തന്നെ ഒരു യൂട്യൂബ് ഉണ്ടാക്കിയിട്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുകയാണെങ്കിൽ അത് പെട്ടെന്ന് അതിന്റെ റിസൾട്ട് ഉണ്ടാവും. കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, നമ്മുടെ കസ്റ്റമേഴ്സിന് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ പോയി അവിടുത്തെ ഫുഡ് ഒക്കെ എങ്ങനെ അയാൾ കഴിക്കണതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ ഷോപ്പിന്റെ അവിടെ പോയിട്ട് അവിടുത്തെ ഓരോ ഫർണിച്ചറും അതിന്റെ ഡിഫറെന്റ് ആംഗിളിലുള്ള വീഡിയോ എടുത്ത് നമ്മളോട് കാണിക്കുന്നു, അതിന്റെ പ്രൈസ് കോമ്പറ്റീറ്റീവ്നെസ് ഒക്കെ പറയുന്നു. നാച്ചുറലി ഈ വീഡിയോ മാർക്കറ്റിംഗ് ഇസ് മോർ ഇഫക്റ്റീവ്. ഇറ്റ് ഈസ് മോർ യൂസ്ഫുൾ ഇൻ ദി ഡിജിറ്റൽ marketing and social commerce. Social media platform integrated shopping features allowing users to make purchase directly from platform without leaving app. Social commerce gained attraction and making it easier for brands to sell products through the social media. Social media വഴി പിന്നെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഏറ്റവും നല്ല ടൂള് സോഷ്യൽ മീഡിയ ഒക്കെ തന്നെയാണ്. അപ്പം മേക്കിംഗ് ഈസിയർ ഫോർ ബ്രാൻഡ് ടു സെൽ ദി പ്രോഡക്റ്റ് ത്രൂ ദി സോഷ്യൽ മീഡിയ. ഇപ്പൊ നമ്മുടെ ഷർട്ട് എനിത്തിങ് വി ക്യാൻ ഡു ഇറ്റ്. പിന്നെ യൂസർ ജനറേറ്റഡ് കണ്ടന്റ്. UGC gained an importance as consumers increasingly looked for an authentic experiences and peer recommendation. Brands incorporated UGC into their marketing campaigns to build trust and social proof. User-generated content. This importance as a consumer increasingly looked for authentic experience, peer recommendation. നമ്മള് ഒരു സംഭവം ഇപ്പൊ ഒരു യൂട്യൂബിൽ ഒരു സാധനം പോലെ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിൽ നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഇട്ടാൽ അതിന്റെ റിവ്യൂ നോക്കിയിട്ടാണ് പലപ്പോഴും അത് ആളുകൾ അതിന്റെ ക്വാളിറ്റി അസസ് ചെയ്യും. അത് നല്ല റിവ്യൂ, പോസിറ്റീവ് റിവ്യൂ ഉണ്ടെങ്കിൽ ആളുകൾക്ക് ഫീൽ ചെയ്യോ ദിസ് ഈസ് എ ഗുഡ് പ്രോഡക്റ്റ്. ഒരു ബുക്കാണെങ്കിലോ വൺ ഇൻട്രസ്റ്റിംഗ് ഫാസിനേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ കമാൻഡ് ഒക്കെ വരുമ്പോൾ റിവ്യൂ ഒക്കെ അതിന്റെ അടിയിൽ കാണുമ്പോൾ ആളുകൾ കസ്റ്റമേഴ്സ് ആർ മോർ ഇൻട്രസ്റ്റഡ്. ബ്രാൻഡ് ഇൻകോർപ്പറേറ്റ് നല്ല ബ്രാൻഡിലുള്ള ഒരു പ്രോഡക്റ്റ്, നല്ല റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ്, ഇറ്റ് വിൽ സെൽ വെരി ഈസിലി കമ്പയർഡ് ടു ദി അതർ പ്രോഡക്ട്സ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഡിജിറ്റലായിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു പ്രോഡക്റ്റ് ഒരു ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന പോലെ ഈ പ്രോഡക്റ്റ് തൊട്ടറിയാൻ പറ്റുന്നില്ലല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും അതിന്റെ റിവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡിജിറ്റൽ മാർക്കറ്റ്. പലപ്പോഴും ആളുകളൊക്കെ റിവ്യൂ എഴുതിക്കാറുണ്ട്, പക്ഷെ അത് ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂ തിരിച്ചറിയാനും ചിലപ്പോഴൊക്കെ പറ്റും, എപ്പോഴും അങ്ങനെ പറ്റിയെന്ന് വരില്ല.
privacy and data protection. As a data privacy is concerned, grew various regulations like GDPR and CCPA were implemented to safeguard user data. Marketers had ensured the compliance and be transparent about data collection and usage. As data privacy is concerned, grew various regulations like GDPR and CCPA were implemented to safeguard user data. Marketers had to ensure compliance and transparent about the data collection and usage. പലപ്പോഴും ഈ ഡാറ്റ നമുക്ക് തരാൻ പലർക്കും പേടിയുണ്ടാവും. സൈബർ സെക്യൂരിറ്റി വലിയൊരു കൺസേൺ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ അയാളൊന്ന് പറഞ്ഞില്ലേ. അപ്പം അതൊരു വിഷയമാണ്. പ്രൈവസി ഉണ്ടാവണം. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അത് വേറെ രീതിയിലേക്ക് പോകരുത്, അത് മിസ്യൂസ് ചെയ്യപ്പെടരുത്. ആർഗ്യുമെന്റഡ് റിയാലിറ്റി ആൻഡ് വെർച്വൽ റിയാലിറ്റി, ഇത് നമുക്ക് നേരത്തെ ഈ പ്രോഡക്റ്റ് നമുക്ക് തൊട്ട് നോക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പറ്റില്ല. പക്ഷെ ഈ AR VR ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏകദേശം അതുപോലുള്ള ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഡിജിറ്റൽ മാർക്ക് എൻഹാൻസിംഗ് ദി കസ്റ്റമർ എക്സ്പീരിയൻസ് ആൻഡ് അലോവിംഗ് ദി കൺസ്യൂമേഴ്സ് ടു ഇന്ററാക്ട് വിത്ത് പ്രൊഡക്റ്റ് ആൻഡ് വെർച്വലി. ഒരു ഇന്റർഫേസിങ് നടക്കും അവിടെ. നമുക്ക് ആ പ്രോഡക്റ്റ് തൊട്ടറിയുന്ന പോലെ ഫീലിംഗ് കിട്ടാൻ ആർഗ്യുമെന്റൽ റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ മൈക്രോ ഇൻഫ്ലുവൻസ്. വൈൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് കണ്ടിന്യൂഡ് ടു ബി പോപ്പുലർ, there was a shift toward the using micro influences with a smaller, more niche following, as they often had to higher engagement rate and were perceived as more authentic. പലപ്പോഴും നമ്മൾ ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും എല്ലാം നമ്മൾ ഇന്റർഫേസ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ പിന്നെ മൊബൈൽ ഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൈക്രോ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഭവങ്ങൾ കൂടുതലാണ്. ഇപ്പൊ ഈ വീഡിയോക്ക് തന്നെ ഒരു പ്രശ്നം, ഞാനിത് ലാപ്ടോപ്പിൽ എടുത്തിട്ട് ഞാനിപ്പോ ഇതിന്റെ മുന്നേ ലാപ്ടോപ്പിൽ ഇതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാനത് മൊബൈലിൽ കണ്ടു നോക്കിയപ്പോ എനിക്കൊരു തോന്നി, ഇതിപ്പോ ലാപ്ടോപ്പിൽ ഞാൻ വിചാരിച്ചിരുന്ന ഒരു വൈബ് ഇതിന് മൊബൈലിൽ കിട്ടുന്നില്ല. കാരണം ഈ ലെറ്റേഴ്സ് വായിക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മള് മൊബൈലിന് കംഫർട്ടബിൾ ആയിട്ടുള്ള കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കസ്റ്റമറെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കൂടുതൽ കംഫർട്ടബിൾ ആവുന്നതാണ്. കൂടുതൽ മൊബൈൽ ഡിവൈസ് ഒക്കെ ഉപയോഗിച്ച് മൈക്രോ ഡിവൈസ് ഉപയോഗിച്ചിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട്, ഇത്രയും മൈക്രോ ഡിവൈസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളെ കണ്ടന്റും അതിന് കംഫർട്ടബിൾ ആയ രീതിയിലായിരിക്കും കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യാൻ നല്ലത്. പിന്നെ പേഴ്സണലൈസേഷൻ. ബ്രാൻഡ് ഇൻക്രീസ്ലി ഫോക്കസ്ഡ് ഓൺ ദി ഡെലിവറിംഗ് പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് ടു കൺസ്യൂമർ based on their preference, behavior, and past interactions. Brand increasingly focused on the delivering personalized experience to customer based on their preference, behavior, and past interactions. ഇതിന്റെ നമ്മൾ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ ഒക്കെ അൽഗരിതം നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ അവര് എടുക്കുകയും അങ്ങനെ നമ്മളെ പ്രോഡക്റ്റ്, നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ പ്രിഫറൻസ് ഇന്നതാണെന്ന് മനസ്സിലാക്കി അത്തരം ഒരു സംഭവത്തിലേക്ക് നമ്മൾ നയിക്കാം. ഇപ്പൊ നമ്മളിപ്പോ ഒരു വുഡ്ലാൻഡിന്റെ ഒരു ഷൂ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്ത് പിന്നെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കൂടുതൽ വുഡ്ലാൻഡിന്റെ ഷൂ നമുക്ക് കിട്ടും. നമ്മൾ സെർച്ച് ചെയ്യും, ആ രീതിയിലൊരു അൽഗോരിതം വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു പിന്നെ ഫീൽഡിലുള്ള ആ ഒരു രംഗത്ത് ഉണ്ടാക്കിയ വീഡിയോ കൂടുതൽ നമ്മുടെ അടുത്തേക്ക് വരും. ഇതൊരു അൽഗോരിതം വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, സർവീസ് എപ്പോഴും പേഴ്സണലൈസ് ചെയ്യും. നേരത്തെ പറഞ്ഞ ഹോട്ടലിൽ പോയാൽ നമ്മുടെ ഡാറ്റ അവർക്ക് ഉണ്ടെങ്കിൽ ഷുഗർ പേഷ്യന്റിന് ഷുഗറിന്റെ ചായ തരാതിരിക്കും അവിടുത്തെ പിന്നെ സെയിൽസ്മാൻ. പേഴ്സണലൈസ്ഡ് സർവീസിന് പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റ് കംഫർട്ടബിൾ ആണ്. പിന്നെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസം, ഇത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Consumer expected to brand take a stand on the social political issues. Brand that aligned with meaningful causes and demonstrated social responsibility gained favor with socially conscious audiences. ഈ പൊളിറ്റിക്കലൊക്കെ ഇപ്പോൾ ഈ
ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഒരുപാട് ഈ കമ്പനികളെ ബോയ്ക്കോട്ട് ചെയ്യാണെന്നുള്ള ഒരുപാട് പത്രങ്ങളിലൊക്കെ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. കൊക്കക്കോള, അതുപോലെ ഒരുപാട് ഇസ്രായേൽ ബേസ്ഡ് പ്രോഡക്ട്സ്. അതേപോലെ തന്നെ ഈ പലപ്പോഴും ഇപ്പൊ ഇവിടെയൊക്കെ സാധാരണ ഇലക്ഷനൊക്കെ ജയിച്ചാല് പച്ച ലഡു, ചുവന്ന ലഡു ഒക്കെ ചെയ്യാറുണ്ടല്ലോ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരുടെ ഇതൊക്കെ അനുസരിച്ച്. അപ്പോ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസവും സോഷ്യൽ അവയർനെസ് ഒക്കെ മാർക്കറ്റ് ഫീൽഡിൽ നടക്കുന്നുണ്ട്. സാധാരണ കമ്പനികളൊക്കെ ചെയ്യാറ് അവരുടെ ട്രെൻഡ്, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ നോക്കിയിട്ട് അതിനനുസരിച്ച് അവർ പ്രോഡക്റ്റ് ഉണ്ടാക്കും. പിന്നെ എനിവേ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ പോപ്പുലർലി എഫേറൽ കണ്ടന്റ് ദാറ്റ് പ്ലാറ്റ്ഫോം ലൈക്ക് സ്നാപ്ചാറ്റ്, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് encouraging brand to leverage these short-lived but engaging format for marketing campaigns. Then interactive content. Interactive content such as quizzes, polls, and interactive infographics gained attraction. As it encouraged user to engagement and provide unique user experience. Or interactive content such as quiz, poll, interactive infographics. ഇതൊക്കെ നമ്മളെ പ്രോഡക്റ്റിനോട് കസ്റ്റമറെ അടുപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ ത്രീ ഡയമെൻഷൻ സാധനങ്ങളൊക്കെ കണ്ടന്റ്, ഇന്ററാക്റ്റീവ് കണ്ടന്റ് നമ്മളെ കസ്റ്റമറെ നമ്മളെ പ്രൊഡക്റ്റിനോട് അടുപ്പിക്കാൻ. ഇതാണ് ചെറിയ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.